നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മോംസ് ആൻഡ് വൈഫ്സ് ആപ്പ് ലോഞ്ചിൽ എൻ്റെ കൂടെ ഐവ് ഗോട്ട് ദ ലവ്ലി അനാർക്കലി മാരിക്കാർ. വെൽക്കം. വളരെ എക്സൈറ്റഡ് ആണ്. സോ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഐ നോ യു ആർ നോട്ട് എ മദർ, ഐ നോ യു ആർ നോട്ട് എ ഭാര്യ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ എ ലൈഫ് ഈസ് ആർ മദർ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? മാറ്റമുണ്ടോ? സോ വെൻ യു തിങ്ക് ഓഫ് യുവർ മദർ, അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പം എന്തൊക്കെ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് മനസ്സിൽ ആദ്യം വരിക? ഉമ്മ ഭയങ്കര ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഉമ്മാണ്. എൻ്റെ വളരെ ചെറുപ്പം മുതൽ എന്തും ചോദിക്കാൻ പറ്റുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്തും ചോദിക്കാൻ പറ്റുന്ന, എന്തിനേം പറ്റി ഭയങ്കരമായിട്ടുള്ള അറിവുള്ള ഒരു സ്ത്രീയാണ്. സോ എനിക്ക് ഉമ്മ എന്ന് പറയുന്നത് മറ്റേ ഫുഡ് അതൊന്നുമല്ല. ഫുഡ് ഉറപ്പായിട്ടും നല്ല ഫുഡ് ഇട്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു ഉമ്മയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു അമ്മ. ഐ തിങ്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അനാർക്കലിയിൽ നമുക്ക് കാണാം. ബിക്കോസ് അനാർക്കലി വളരെ ചെറിയ പ്രായത്തിൽ സിനിമ, വളരെ ഐ തിങ്ക് 19 അല്ലെ, ലേറ്റ് ടീൻസിലെ സിനിമയിൽ വന്നു. അനാർക്കലി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഗ്രേറ്റ് റെപ്രസെൻറ്റേഷൻ, ഒരു എംപവേർഡ് വുമൺ ആണ്. അതിൻ്റെ കാരണക്കാരി വീട്ടിൽ കണ്ട ഉമ്മ തന്നെയാണ് അല്ലേ? നോ ഡൗട്ട്. അപ്പം അങ്ങനത്തെ വരുമ്പം നമ്മൾ സാഹചര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ യു സെഡ് സാധാരണ പോലെയല്ല, വീട്ടിൽ ഉമ്മ അങ്ങനെയായിരുന്നു. അപ്പം സാധാരണ എന്തായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ചുറ്റും? എനിക്ക് ഉറപ്പായിട്ടും അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അവിടെ വിടാത്ത ഇവിടെ ഇടാത്ത, ഒരു തരത്തിലുള്ള ഫ്രീഡവും കൊടുക്കാത്ത അമ്മമാരെയാണ് എനിക്കറിയാവുന്നത്. എൻ്റെ ഫ്രണ്ട്സിനുണ്ടായിരുന്നു. അപ്പം അവരെപ്പോഴും ഇങ്ങനെ എൻ്റെ ഉമ്മയുടെ കാര്യം പറയുമ്പം അയ്യോ നിന്റെ ഉമ്മയുടെ പോലെ ഒരു ഉമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്നൊക്കെ എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു. അപ്പം ഷീ വാസ് വൺ ഓഫ് എ കൈൻഡ്. സോ അതായിരുന്നു ഈ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ അതായിരുന്നു. പക്ഷെ എന്താ പറയുക, ഉറപ്പായിട്ടും എനിക്ക് എല്ലാവർക്കും അമ്മ എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരും നല്ല ഫുഡ്, ഭക്ഷണം ഉണ്ടായിരുന്നു, തുണി കഴുകും. അതെ അതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ പോകുമ്പോൾ വെച്ചാൽ വീട്ടിൽ കയറാനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴാണ് ഞാൻ ഉമ്മയെ ആലോചിക്കുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കർഫ്യൂ ഒന്നും ഇല്ലായിരുന്നു. Absolutely. So ഈ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറഞ്ഞ ആപ്പ് ബേസിക്കലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അനാർക്കലിയെയോ അനാർക്കലിയുടെ ഉമ്മയെ പോലെയുള്ള ആൾക്കാർക്കല്ല, കുറച്ചുകൂടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിച്ച സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് സ്ത്രീകൾക്ക് ഒരു പക്ഷേ കുറെ പേർക്കുണ്ട്, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും അത് ഒരു ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് ആണ്. ഒന്നെങ്കിൽ അവരുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, പിന്നെ അവരുടെ മക്കൾ. സോ ഇങ്ങനത്തെ ഒരു ആപ്പിന് ലോഞ്ചിൽ വരുമ്പം എന്താണ് അനാർക്കലി ആലോചിച്ചത്? ഹൗ കെൻ ദിസ് ബി ഗുഡ് ഫോർ ദോസ് വിമൻ? ഇതുപോലെ ഞാൻ വളർന്ന സമയത്തൊക്കെ, ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടു തുടങ്ങുന്നത്. അപ്പം വളർന്നു വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം അവർക്ക് ഭയങ്കര കുറേ കഴിവുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിലുപരി അതിനുള്ള സ്പേസ് കിട്ടുന്നില്ല, മേ ബി അതിനുള്ള ടൈം കിട്ടുന്നില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് അതിനുള്ളൊരു സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഇപ്പോഴത്തെ കാലഘട്ടത്ത് കുറച്ചുകൂടെ അത് മനസ്സിലാക്കുന്ന ആണുങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് സ്ത്രീകൾക്ക് അവർക്കറിയാവുന്ന ജോലികൾ ചെയ്യാൻ ഈ ആപ്പിൽ കൂടെ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആബ്സല്യൂട്ട്ലി. ഐ തിങ്ക് ഒരു ഗ്രേറ്റ് മുതൽക്കൂട്ടാണ്, എസ്പെഷ്യലി ബിക്കോസ് ഇതിപ്പം യു കെൻ വർക്ക് ഫ്രം ഹോം, നിങ്ങളുടെ സ്കെഡ്യൂളിനുള്ളിൽ തന്നെ വർക്ക് ചെയ്യാം, എന്ത് വർക്കും ചെയ്യാം, എന്ത് ജോലിയും ചെയ്യാം. സോ അങ്ങനെ പോകുമ്പം വാട്ട് വുഡ് യു ലൈക്ക് ടു ടെൽ വണ്ടർഫുൾ വിമൻ സിറ്റിംഗ് അറ്റ് ഹോം? മോംസ് ആൻഡ് വൈഫ്സ് അവർക്ക് വേണ്ടിയുള്ള ആപ്പ് ആണെങ്കിലും എല്ലാ സ്ത്രീകൾക്കും, വേണമെങ്കിൽ പുരുഷന്മാർക്കും, എനിത്തിങ് ഇൻ ബിറ്റ്വീൻ, എല്ലാവർക്കും ഉള്ള ഒരു ആപ്പ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ് മോംസ് ആൻഡ് വൈഫ്സിനാണ്. സോ വാട്ട് വുഡ് യു ടെൽ ദോസ് വിമൻ ഔട്ട് ദെയർ? എനിക്കൊന്ന് വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ളതല്ല ജീവിതം. അപ്പം അതിനുവേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം വിനിയോഗിക്കുക. കാര്യം എന്താ പറയുക, ഇതുപോലെ വർക്കിംഗ് ആയിട്ട് സ്വന്തം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്, ആൻഡ് മോംസ് ആൻഡ് വൈഫ്സ് അതിന് പറ്റിയൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. Absolutely. So I'm going to end with asking you one question. For somebody who's super independent, dependency is what? Anything. Dependency is not needed. Dependency is bullshit. Dependency is, I think dependency is okay, but to a certain level. To a certain level. Fair enough. Thank you so much.
അത്രയും പോരാ ജേസൺ? ഞാൻ ചെക്ക് ചെയ്തതാ. താങ്ക് യു സോ മച്ച്. വിവ് ഗോട്ട് ദ ലവ്ലി അനാർക്കലി മരിക്കാർ നമ്മളുടെ മോംസ് ആൻഡ് വൈഫ്സ് ആപ്പിന്റെ ലോഞ്ചിന് വേണ്ടി ഇനി യു ഗോന ഗോ ഇൻസൈഡ്. ഐ ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദെയർ. ആൻഡ് ഓണസ്റ്റ്ലി ഐ തിങ്ക് അനാർക്കലി ആക്കിയ ഉമ്മ എന്തെങ്കിലും എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. ഐ തിങ്ക് വി നീഡ് മോർ ബോൾഡ്, independent plus dependent women out there who can shape society. Thank you. Bye.